ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെത്തിയ കുറച്ച് വിശേഷങ്ങളാണ്. കൂടെ വീട്ടിലെ കിച്ചൺ ഒന്ന് മാറ്റി പിടിക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. വീഡിയോ കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാനിതാ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ തനിമോൾ നല്ല കരച്ചിലാണ്. കുറേ നേരമായി ഞങ്ങൾ മാറ്റി നിൽക്കാൻ തുടങ്ങിയിട്ട്. വണ്ടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നല്ല ബ്ലോക്കാണ്. അതുകൊണ്ട് വണ്ടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞങ്ങളൊരു 4:30-5 മണിയായ സമയത്ത് ഞങ്ങൾ മാറ്റി നിൽക്കുന്നതാണ്. ഞങ്ങൾ പോകുന്നത് ഒരു 6 മണിയായപ്പോഴാണ് കേട്ടോ അവിടെ നിന്നും ഇറങ്ങുന്നത്. അപ്പോൾ അതാ ഉമ്മ മാറ്റി നിൽക്കുന്നുണ്ട്. കൂടെ നമ്മുടെ 2 ഉമ്മമാരും ഉണ്ട്. ഉമ്മാക്കൊരു പൊട്ടുതാ. അല്ലോ ഇത് ഉമ്മക്ക് താടി പൊട്ടുതാടി. നീ ചോദിക്കണ്ട തരില്ല, വേണ്ട, എനിക്കിതാ. എന്താ അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലെത്തിയപ്പോൾ സമയം 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ആര്യഭാഗം കൊടുക്കാനായിട്ടുണ്ടായിരുന്നു, 6:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തനിമോൾ ഉറങ്ങുകയാണ്. അപ്പോൾ അവൾ ഉറങ്ങിയ കാരണം ഞാൻ അങ്ങനെ തോളത്തെടുത്ത് കിടത്തിയതാണ്. പക്ഷേ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോൾ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ റയമോൾ അതാ പുറത്ത് കളിക്കുന്നുണ്ട്. കൂടെ ഹാഷിമുണ്ട്, ഊഞ്ഞാലാടി കളിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും മുമ്പിലിരുന്നിട്ട് കളിക്കുന്നുണ്ട്. പിന്നെ തനിമോൾ ഇതാ സ്കൂട്ടിയിൽ ഇരുന്നിട്ട് ഓരോന്ന് പറയുന്നുണ്ട്, കളിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കഴിക്കാനായിട്ട് ഇരുന്നതാണ് കേട്ടോ. ഉമ്മ കഴിക്കാൻ ഉള്ളിലിരിക്കുന്നുണ്ട്. പിന്നെ താത്ത ഹാദിക്കും കുട്ടികൾക്കൊക്കെ ആയിട്ട് താത്ത വാരി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ കഴിക്കാനായിട്ട് മുമ്പിൽ തന്നെ വന്നിരുന്നിട്ട് കഴിക്കുകയാണ്. പിന്നെ പുട്ട്, അതുപോലെ പഴം, അതിൻ്റെ കൂടെ കുറച്ച് മുട്ടക്കറിയും പിന്നെ കുറച്ച് ഉപ്പേരിയും. നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് മീൻകാരൻ വന്നത്. അപ്പോൾ മീൻ എന്താണെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. ഇതിന് പറവ എന്നൊക്കെയാണ് പറയുന്നത്, 2 ചിറകുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. പറവ മീനാണെന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ എന്താണ് പറവ മീൻ എന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പറവ മീൻ. ഇതിനെ പറവ മീൻ എന്നാണോ നിങ്ങളുടെ ഭാഗത്ത് എന്താണ് പറയുക എന്നുള്ളതൊന്ന് പറയണേ. 2 ചിറകുള്ളത് കൊണ്ടാണ് പറവ എന്ന് പറയുന്നത് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ വാങ്ങി ഉള്ളിലോട്ട് വന്ന് ഉമ്മ മീൻകറിയും ചോറൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കിച്ചണൊന്ന് വൃത്തിയാക്കാനും അതുപോലെ പെയിൻ്റൊക്കെ അടിച്ച് കിച്ചണൊന്ന് മോഡിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇന്ന്. അപ്പോൾ ഞങ്ങൾ പെയിൻ്റൊക്കെ അടിച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഒരു കോട്ട് ഒരു സൈഡ് അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എത്ര അടിച്ചാലും ഇവിടെ കാണുന്നില്ല. ആദ്യം ഇവിടെ അടുക്കളയുടെ ഉള്ളിലായിരുന്നു അടുപ്പ് കത്തിച്ചിരുന്നത്. അതായത് ആലുവ അടുപ്പില്ല, ആലുവ അടുപ്പാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മൊത്തത്തിൽ ഉള്ളിലാണ് പുകയുണ്ടായിരുന്നത്. അതുകൊണ്ട് എത്ര പെയിൻ്റ് അടിച്ചാലും ആ ഒരു മഞ്ഞ കളർ പോകുന്നില്ല കേട്ടോ. അപ്പോൾ പെയിൻ്റ് അടിക്കുന്നത് ഫാസിലയാണ്. അപ്പോൾ അവളാണ് പെയിൻറ്റിങ്ങിൻ്റെ ഫുള്ള് ഡ്യൂട്ടി. പിന്നെ അവൾ അടിക്കുന്നതിലൊപ്പം തന്നെ ഞങ്ങൾ നിൽക്കണം. അവൾ ഓരോന്ന് പറയുമ്പോൾ അതിന് പിന്നാലെ ഞങ്ങളും നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതാ പെയിൻ്റ് അടിക്കൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പകുതി ഭാഗം ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ ഒരു ഭാഗം കൂടിയുള്ളൂ. പിന്നെ 2-3 കോട്ട് അടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ കുട്ടികൾ നല്ല കളിയിലാണ്. അവർ ഫോണിൽ കളിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആദ്യം ആശുമോ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ തനിമോൾ ഇവിടെ നല്ല പരിപാടി ഒപ്പിച്ചിരിക്കുന്നുണ്ട്. ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് മൊത്തത്തിൽ മുഖത്ത് വരച്ച് ഇരിക്കുകയാണ്. വാട്ടർ പ്രൂഫാണ്. പോകാൻ കുറച്ച് മുട്ടിയിട്ടുണ്ടായിരുന്നു. ചകിരിയൊക്കെ വെച്ച് ഉരച്ചിട്ടാണ് കേട്ടോ കഴുകിയെടുത്തത്. അങ്ങനെ ഇതാ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ടൈൽസ് ഒന്ന് ഒട്ടിക്കുകയാണ്. ടൈൽസ് ഒട്ടിക്കുകയല്ല, ജസ്റ്റ് വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ടൈൽസ് പീസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം ടൈൽസൊക്കെ ഒട്ടിക്കാനായിട്ടൊന്നും ഇപ്പോൾ പറ്റില്ല, ജസ്റ്റ് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ തറ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തറയൊക്കെ ഒന്ന് ആ പൊട്ടിയതൊക്കെ ഒന്ന് മറഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജസ്റ്റ് ഈ ടൈൽസ് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അടുപ്പൊക്കെ മൊത്തത്തിൽ പൊട്ടിക്കിടക്കുകയാണ്. പിന്നെ ഈ അടുപ്പ് ഇപ്പോൾ ഉപയോഗിക്കുന്നുമില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ ടൈൽസ് വെച്ചൊന്ന് മറച്ചെടുക്കുന്നത്. അപ്പോൾ വൃത്തിയായി കിടക്കുമല്ലോ എന്ന് കരുതി. ഇല്ലാന്നിട്ട് പൊട്ടി പൊളിഞ്ഞതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു വൃത്തികേടാണല്ലോ. അതുകൊണ്ടാണ് ഇതുപോലെ ടൈൽസ് വെച്ചിട്ട് വൃത്തിയാക്കി എടുക്കുന്നത്.
അങ്ങനെ ടൈൽസൊക്കെ കഴുകി വൃത്തിയാക്കി എല്ലാം തന്നെ ഇതാ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ അടുക്കള കാണാനൊരു ബർക്കത്തുണ്ട്, നല്ല വെളിച്ചം വന്നിട്ടുണ്ട്. ജസ്റ്റ് ടൈൽസ് പീസ് വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഓരോ ടൈൽസിനും ഓരോ സൈസ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ടൈൽസൊക്കെ ഒട്ടിച്ചെടുക്കണമെങ്കിൽ കുറേ പണിയുണ്ട് കേട്ടോ. കാരണം വീടെന്ന് പറയുമ്പോൾ പഴയ വീടാണ്, കുറേ പണിയുണ്ട്. വീടൊക്കെ പണിയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പൊളിച്ച് പണിയേണ്ട അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ ഇനി പിന്നീടാവാം, പൈസയുള്ള സമയത്ത് മെല്ലെ ചെയ്യാം എന്ന് കരുതി. അപ്പോൾ സ്ലാവ് മാത്രമായിട്ട് നമ്മൾ ടൈൽസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ വെറുതെ പൈസ വേസ്റ്റ് ആവും എന്നല്ലാതെ ഒരു ഉപകാരവും ഇല്ല. അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനേ ഇപ്പം പറ്റുള്ളൂ. അങ്ങനെ ഇതാ സ്റ്റാൻഡൊക്കെ വെച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്കുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കി വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞതാ ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. ഈ സ്റ്റാൻഡ് ഞങ്ങളിവിടെ വെക്കണം എന്ന് കരുതിയതല്ല, ഒരു വൃത്തികേടാകും എന്ന് കരുതിയിട്ട് ഞങ്ങൾ മാറ്റാനായിട്ട് ഉദ്ദേശിച്ചതാണ്. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത് പാത്രങ്ങൾ അടിയിൽ വെച്ചാൽ ശരിയാവില്ല, ചിലപ്പോൾ പാമ്പ് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന്. പിന്നെ ഈ ഒരു വിളക്കില്ലേ, ഈ ഒരു വിളക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ഉണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ എത്രയോ 10-20 കൊല്ലമായിട്ടുണ്ടാവും ഏകദേശം ഈ ഒരു വിളക്ക് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായിട്ട്. ഇപ്പോഴും കറണ്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു വിളക്കാണ് കേട്ടോ കത്തിച്ച് വയ്ക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ അപൂർവമാണല്ലോ, അതുകൊണ്ട് ഞാൻ കാണിച്ചതാണ്. അധിക വീടുകളിലും കറണ്ട് പോയി കഴിഞ്ഞാൽ എമർജൻസി അല്ലെങ്കിൽ ഇൻവേർട്ടർ അങ്ങനെയുള്ളതൊക്കെയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കാണിച്ചത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിലുള്ള ഒരു വിളക്കാണ് കേട്ടോ അത്. ഇപ്പോൾ ഇതാ കുപ്പി ഗ്ലാസ്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അടുക്കി വെക്കുകയാണ്. പിന്നെ ഈ ഭാഗത്ത് വെക്കാനായിട്ട് ചെറിയൊരു സ്റ്റാൻഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ക്യാൻസലാക്കി. എന്താണെന്ന് വെച്ചാൽ അത് വേണ്ട, ഇനി ഇത് തന്നെ വെച്ചാൽ മതി, ഇനി പാത്രം വെക്കാനും ബുദ്ധിമുട്ടാകുമ്പോൾ മുകളിൽ പാത്രം വെക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു. അങ്ങനെ അത് അവിടെ തന്നെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ സ്റ്റിക്കർ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റിക്കർ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്കറാണ്. അപ്പോൾ അത് വീട്ടിലുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഒട്ടിക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ ഞങ്ങൾ സ്റ്റിക്കറൊക്കെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കർ തികഞ്ഞില്ല കേട്ടോ, ഞങ്ങൾ ജസ്റ്റ് കുറച്ച് സ്ലാവിൻ്റെ ഒരു സൈഡ് കൂടി ഒന്ന് ഒട്ടിക്കണം എന്ന് കരുതിയതാണ്. അപ്പോൾ അതിന് ആയിട്ട് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് ഞങ്ങളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തന്നെ സമയവും 10 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പെയിൻ്റൊക്കെ ഉണങ്ങി ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഈ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചെടുക്കാൻ. അതുകൊണ്ട് കുറേ ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മുകൾ ഭാഗത്ത് എത്തുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾക്കൊന്നും. അപ്പോൾ വാപ്പ വന്നതിന് ശേഷമാണ് അവിടെ ഒന്ന് പെയിൻ്റ് അടിച്ചെടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങളിതാ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു 10-11 മണി ആയപ്പോഴാണ് ഞങ്ങൾ കിടന്നത് കേട്ടോ. 12 മണിയായിട്ടുണ്ടായിരുന്നു കിടക്കുമ്പോൾ, 11 മണിയായിട്ടുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ ഉമ്മ മുളക് കറി വെച്ചിട്ടുണ്ടായിരുന്നു, മീൻ പൊരിച്ചതും കൂടെ പപ്പടമൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് തനിമോള് വന്നിട്ട് പപ്പടം വാങ്ങി കഴിക്കുന്നുണ്ട്. അവൾ പപ്പടത്തിനായി വരുന്നതാണ് കേട്ടോ. പപ്പടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾ വിടുന്നില്ല, പിന്നാലെ നടക്കുകയാണ് പപ്പടത്തിനായിട്ട്. ചോറ് വായിലിട്ട് കഴിഞ്ഞാൽ അത് തുപ്പിക്കളയും, അതാണ് അവസ്ഥ. പിന്നെ തനിമോൾക്ക് നേരത്തെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും നേരത്തെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വലിയ ആളുകൾ സമാധാനത്തിലിരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടു. ഇപ്പോൾ അടുക്കളയുടെ മൊത്തത്തിലുള്ള വ്യൂ ഇതാണ് കേട്ടോ കാണാൻ. പിന്നെ ഞങ്ങൾ ഗ്യാസ് ഇവിടെ വെക്കണം എന്ന് ഉദ്ദേശിച്ചതല്ല, മിക്സി വെച്ച ആ ഒരു സ്പേസില്ല അവിടെയാണ് വെക്കണം എന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ അവിടെ സ്വിച്ച് ബോർഡ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും മാറ്റി ഇവിടെ തന്നെ വെക്കാം എന്നുള്ള തീരുമാനത്തിലായി. പിന്നെ ആ ടൈൽസ് പീസസ് വൈറ്റ് കളറിലുള്ള വെച്ചിട്ടില്ല, അവിടെയാണ് ഗ്യാസ് ഉദ്ദേശിച്ചത് വെക്കണമെന്ന്. പിന്നെ അവിടെ കുറേ സ്പേസ് വേസ്റ്റ് ആയി പോകും ഗ്യാസ് അവിടെ വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞങ്ങൾ പഴയ സ്ഥാനത്ത് തന്നെ ഗ്യാസ് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് കേട്ടോ മൊത്തത്തിലുള്ള അടുക്കളയുടെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ട് എന്ന് പറയണേ. ആദ്യത്തെ ആ ഒരു അടുക്കളയും ഇപ്പോഴത്തെ അടുക്കളയും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഇരിക്കുന്നത് മൊത്തത്തിൽ പാറ്റക്കൂട്ടങ്ങളാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. ലൈറ്റ് കണ്ടപ്പോൾ ഇന്ന് മൊത്തത്തിൽ പാറ്റയായിരുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ, പിന്നെ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളത്. പിന്നെ എനിക്ക് പിന്നെ പറയണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്.
കുക്കിങ്ങിനേക്കാളും ക്ലീനിങ്, അതുപോലെ ഇങ്ങനെയുള്ള ഓരോരോ അടുക്കള മോഡിഫൈ ചെയ്തെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് അടുക്കള എന്നൊക്കെയൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.